ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ, ബ്ലോക്ക് പ്രമുഖ് എന്നീ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് BJP സ്ഥാനാർത്ഥികൾ ഇപ്പോൾ എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ടുള്ള കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. എതിരില്ലാതെയുള്ള ഈ ഒരു വിജയം മുഖ്യമന്ത്രിയായിട്ടുള്ള പുഷ്കർ സിംഗ് ധാമിയുടെ വികസന നയത്തിലുള്ള വ്യക്തമായ അംഗീകാരമാണെന്നും വികസനത്തിന്റെ വേഗത ത്വരിതപ്പെടുത്തുന്നതിനുമുള്ള ഒരു ചുവടുവയ്പ്പാണെന്നുമാണ് BJP വിശേഷിപ്പിച്ചത്. ഉത്തരാഖണ്ഡിലാണ് BJPക്ക് ഇപ്പോൾ ഈ ഒരു എതിരില്ലാതെ പല സ്ഥാനങ്ങളിലും നിരവധി സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനായി ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് തന്നെ. നാമനിർദ്ദേശ ദിവസം തന്നെ നിരവധി പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഈ ഒരു വിജയം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റിസൾട്ടാണെന്നും സംസ്ഥാനത്തെ ഗ്രാമീണ ജനങ്ങൾ അവരുടെ വോട്ടുകൾ പ്രാദേശിക വികസനത്തിനായി മാത്രം ഉപയോഗിക്കുമെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ടെന്നുമാണ് സംസ്ഥാന BJP പ്രസിഡന്റും രാജ്യസഭാ MPയുമായ മഹേന്ദ്ര ഭട്ട് പറഞ്ഞിരിക്കുന്നത്. ബ്ലോക്ക് പ്രമുഖ്, ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പ്രക്രിയയിലും പാർട്ടി സ്ഥാനാർത്ഥികളുടെ എതിരില്ലാത്ത വിജയങ്ങളും സംസ്ഥാന മാധ്യമ ചുമതലയുള്ള ശ്രീ മൻവീർ ചൗഹാൻ സംതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. ഉത്തർകാശിയിൽ രമേശ് ചൗഹാൻ, ചമ്പാവത്തിൽ ആനന്ദ് സിംഗ് അധികാരി, ഉധം സിംഗ് നഗറിൽ അജയ് മൗര്യ, പിത്തോറഗഡിൽ ജിതേന്ദ്ര പ്രസാദ് എന്നിവർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്തായാലും ഉത്തരാഖണ്ഡിലെ ഈ ഒരു പഞ്ചായത്ത് സ്ഥാനങ്ങളിലേക്കുള്ള എതിരില്ലാത്ത വിജയങ്ങൾ തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം ഊർജം പകരുന്ന ഒരു കാര്യവും പ്രതിപക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാവുന്ന തരത്തിലോട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.